വിദ്വേഷ പരാമർശ കേസിൽ പി.സി. ജോർജ് പോലീസ് കസ്റ്റഡിയിലേക്ക് പോയിരിക്കുന്നു. കസ്റ്റഡിയിൽ ഇന്ന് വൈകിട്ട് 6 മണി വരെ വിട്ടുകൊണ്ടാണ് ഈരാറ്റുപേട്ട കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. പി.സി. ജോർജ് ഇന്ന് ഈരാറ്റുപേട്ട കോടതിയിൽ രാവിലെ കീഴടങ്ങുകയായിരുന്നു. പോലീസിനും കടുത്ത വിമർശനം. കോടതിയിൽ നിന്നും ഏറ്റ കേസാണ്. 6 മണിക്ക് ശേഷം വീണ്ടും ഈ കേസ് പരിഗണിക്കും. ജാമ്യാപേക്ഷ പ്രതിഭാഗം നൽകും. ആ ജാമ്യാപേക്ഷയിൽ എന്തായിരിക്കാം ഇനി അടുത്ത ഉത്തരവ്? റിമാൻഡിലേക്ക് പോകുമോ അതോ ജാമ്യം ലഭിക്കുമോ എന്ന വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകൾ കൂടി പ്രസക്തമാകുന്നുണ്ട്. ജെയിൻ ചേരുന്നുണ്ട്. ജെയിൻ, ഇന്ന് കോടതിയിലുണ്ടായ പ്രധാനപ്പെട്ട നീക്കങ്ങൾ, അതിനുശേഷമുണ്ടായ കോടതിയുടെ ചോദ്യങ്ങൾ, പിന്നീട് വരുന്ന കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവ്, വിശദാംശങ്ങൾ. പ്രതീക്ഷ, ഇന്ന് രാവിലെ ഏതാണ്ട് 10:45 കൂടിയാണ് അപ്രതീക്ഷിതമായി നാടകീയമായി പി.സി. ജോർജ് മരുമകൾക്കും അഭിഭാഷകയ്ക്കുമൊപ്പം ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങാൻ എത്തുന്നത്. അത്തരമൊരു നീക്കം അപ്രതീക്ഷിതമായിരുന്നു. കാരണം പി.സി. ജോർജും ഷോൺ ജോർജും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് തിങ്കളാഴ്ച 12 മണിക്ക് മുമ്പ് പോലീസിന് മുന്നിൽ ഹാജരാകും എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് രാവിലെയാണ് നമ്മൾ ഷോൺ ജോർജുമായി ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹം പറഞ്ഞത് രാവിലെ 9:30 പി.സി. ജോർജ് വീട്ടിലേക്ക് എത്തും, അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും എന്നാണ് അറിയിച്ചത്. അതനുസരിച്ച് ബി.ജെ.പി. പ്രവർത്തകർ, പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ മധ്യമേഖലാ പ്രസിഡന്റ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പി.സി. ജോർജിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ പി.സി. ജോർജ് വീട്ടിലേക്ക് തന്നെ എത്തും എന്നാണ് കരുതിയത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് പോലീസിന്റെ ഒരു രംഗപ്രവേശം ആ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. പോലീസ് ഇത്തരത്തിലൊരു പ്രകടനം നയിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള നീക്കം ശക്തമായി തടയും എന്ന മുന്നറിയിപ്പ് നൽകി. ഏതെങ്കിലും രീതിയിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്, വർഗീയ ലഹളയ്ക്ക് സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നടപടി ഉണ്ടായാൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഈരാറ്റുപേട്ട CI തന്നെ പി.സി. ജോർജിന്റെ വീട്ടിലെത്തി പ്രവർത്തകരെയും നേതാക്കളെയും അതോടൊപ്പം തന്നെ ഷോൺ ജോർജിനെയും അറിയിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. പി.സി. ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് കോടതിക്ക് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. പി.സി. ജോർജിനെ കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പി.സി. ജോർജ് ഒരുപക്ഷെ പ്രതികരിക്കാൻ പി.സി. ജോർജിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് പി.സി. ജോർജ്. ഈരാറ്റുപേട്ട കോടതി കസ്റ്റഡിയിൽ വിട്ടതിനെ തുടർന്ന് പി.സി. ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കൊണ്ടുപോവുകയാണ്. പി.സി. ജോർജ് വാഹനത്തിലേക്ക് കയറിയിരിക്കുന്നു. പോലീസിന് ഇനി കിട്ടാവുന്നത് ചുരുക്കം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. കസ്റ്റഡിയിൽ വെക്കുക, പിന്നീട് ചോദ്യം ചെയ്യൽ ഈ നിമിഷത്തിനുള്ളിൽ നടത്തുക എന്നത്. ഇനി പി.സി. ജോർജിന് വൈകുന്നേരം ജാമ്യാപേക്ഷ നൽകാം. ആ ജാമ്യാപേക്ഷയിൽ എന്തായിരിക്കാം കോടതി നിലപാട് സ്വീകരിക്കുക? പോലീസിനെ സംബന്ധിച്ചോളം വളരെ പരിമിതമായ ചുരുക്കം സമയം മാത്രമേ അനുവദനീയമായി കിട്ടുന്നുള്ളൂ. ഇനി എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഈ കേസിന്റെ ഗൗരവം, ഈ കേസിൽ ഇനി എന്തൊക്കെ ഡേറ്റാസ്, ഈ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചയിൽ നടത്തിയ ആ വാചകത്തിന്മേൽ എന്തൊക്കെ കോടതിയിൽ സമർപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള തെളിവുകൾ എടുക്കേണ്ടതുണ്ട്. അത് പ്രതിയിൽ നിന്നും തെളിവുകളായി സ്വീകരിക്കേണ്ടതുണ്ട്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഈ 4 മണിക്കൂറിനുള്ളിൽ അത് സാധ്യമാകും എന്ന് പ്രതിഭാഗവും പറയും. ഇനി ആവശ്യപ്പെടും. അതിനപ്പുറത്തേക്ക് പോകേണ്ട സമയമില്ല, അതുകൊണ്ട് ജാമ്യം അനുവദിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പി.സി. ജോർജിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞേക്കാം. ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റായി ഏറ്റവും പുതിയ ഡെവലപ്മെൻ്റായി അറിയിക്കാനുള്ളത് ഇതാണ്. പി.സി. ജോർജ് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് പോയിരിക്കുന്നു. 6 മണി വരെ പി.സി. ജോർജിനെ വിദ്വേഷ പരാമർശ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ചോദ്യം ചെയ്യാം. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ പി.സി. ജോർജിനെ കോടതിയിൽ നിന്നും പോലീസ് വാഹനത്തിൽ കയറ്റി ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇനി അവിടെ ചോദ്യം ചെയ്യൽ നടപടികൾക്ക് വിധേയനാക്കാം. അങ്ങനെ എല്ലാ പോലീസിന്റെ നീക്കങ്ങളെയും ഒളിച്ചുകൊണ്ടിരുന്ന് നടത്തിയ പ്രധാനപ്പെട്ട ഒരു നീക്കം കോടതിയിൽ ഹാജരായി എന്നുള്ളതായിരുന്നു. ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരായി പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് അതിനാടകീയമായിട്ട് പി.സി. ജോർജും കളി നടത്തിയത്. പി.സി. ജോർജ് കോടതിയിലേക്ക് എത്തിയായിരുന്നു ആ ഒരു പ്രത്യേക സാഹചര്യം ഒരുക്കിയത്. ജയിലിലേക്ക് പോകുന്നു. ജയിലിപ്പോൾ പി.സി. ജോർജിനെ എവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്? ഇനിയുള്ള മണിക്കൂറുകൾ പി.സി. ജോർജിനെ
പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നു, ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയിരിക്കുന്നു. ഇനിയുള്ള 4 മണിക്കൂർ കഷ്ടിച്ച് ഇല്ല, 6 മണിയോടുകൂടി തന്നെ തിരിച്ച് 3.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിലേക്ക് തിരികെ എത്തിക്കണം. പരിമിതമായ സമയത്തിനുള്ളിൽ വിദ്വേഷ പരാമർശ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ നടപടികൾ പോലീസിന് പൂർത്തിയാക്കണം. വൈകിട്ട് തിരികെ കോടതിയിലേക്ക് എത്തിക്കണം. പിന്നീട് കോടതി എടുക്കുന്ന തീരുമാനം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന ഒരു ആവശ്യത്തിന്മേൽ ഉറച്ച് പോലീസ് നിൽക്കുമ്പോൾ അവിടെ പ്രതിഭാഗവും ശക്തമായ വാദങ്ങൾ ഉയർത്തിയേക്കാം. അക്കാര്യത്തിൽ പിന്നീട് കോടതി എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക, റിമാൻഡ് വിടുമോ, ഇനി അതല്ല ജാമ്യം നൽകുമോ എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. തീർപ്പ് കൽപ്പിക്കപ്പെടേണ്ട അടുത്ത നിമിഷത്തിലെ കാര്യങ്ങളാണ്. ജെയിൻ ചേരുന്നുണ്ട്. ജെയിൻ, ഇപ്പോൾ PC എങ്ങോട്ടാണ് കൊണ്ടുപോയത്? കോടതിക്ക് തൊട്ട് സമീപത്തുള്ള ഈരാറ്റുപേട്ട നഗരസഭയുടെ കുടുംബ ആരോഗ്യ കേന്ദ്രം പരിശോധിച്ചു വിധേയം. അതിന് കസ്റ്റഡിയിൽ പോലീസ് എടുക്കുക, അതിനുശേഷം ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കാനാണ് സാധിക്കുന്നത്. ഇപ്പോൾ PC ജോർജിനെ എത്തിയിരിക്കുന്നത് ഈരാറ്റുപേട്ട നഗരസഭയുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ്. അല്പസമയം മുമ്പാണ് ഇവിടെ പോലീസ് PC ജോർജിനെ എത്തിച്ചത്. പ്രാഥമിക വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം PC ജോർജ് ജാമ്യാപേക്ഷയുടെ ഘട്ടത്തിൽ തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വൈദ്യപരിശോധന നടത്തുന്നത്. ആ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമോ അതോ കോടതിയിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുമോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ PC ജോർജിന്റെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലെത്തി അതിനൊക്കെ വിധേയനാക്കുകയാണ്. ഇനി ആശുപത്രിയിലേക്ക് എത്തിച്ചാലും സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. പോലീസിനെ സംബന്ധിച്ചോളം വൈകിട്ട് 6 മണിക്ക് തിരികെ കോടതിയിലേക്ക് എത്തണം. അതിനുള്ളിൽ ഇത്തരം സ്വാഭാവികമായ നടപടിക്രമങ്ങൾ വൈദ്യപരിശോധനയൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ പരിമിതമായ സമയം മാത്രമേ ഉള്ളൂ അവർക്ക് ലഭ്യമാവുകയുള്ളൂ. അതിനെ വൈകുന്നേരം അത് ചൂണ്ടിക്കാണിക്കുമോ? കുറച്ചുകൂടി സമയം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിൻ്റെ അനിവാര്യതയൊക്കെ ചൂണ്ടിക്കാണിക്കുമോ? എന്താണ് അത്തരം കാര്യങ്ങളിലെ പ്രസക്തി? ഈ കേസുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചതുപോലെ ഒരു വ്യാപകമായി തെളിവെടുപ്പിക്കുക അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എവിഡൻസ് കളക്ട് ചെയ്യുകയോ ചെയ്യേണ്ട തരത്തിൽ വലിയൊരു തെളിവെടുപ്പിന്റെ ആവശ്യമില്ല. മായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അത് ഡിജിറ്റൽ തെളിവായി തന്നെ ഉണ്ട്. ഇനി ആകെ വീണ്ടെടുക്കാനുണ്ടായിരുന്നത് PC ജോർജ് അന്ന് ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പാണ്. ഈ സൂമിലൂടെയാണ് ചർച്ചയിൽ പങ്കെടുത്തത്. സൂമിന്റെ ഭാഗം പങ്കെടുക്കാൻ ഉപയോഗിച്ച ലാപ്ടോപ്പ് ഇതിനകം തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിശദെടുപ്പിന്റെ ആവശ്യമില്ല. അതായത് ഒരുപക്ഷെ കോടതി അനുവദിച്ചത് 4 മണിക്കൂർ മാത്രമാണ് അനുവദിച്ചത്. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ പോലീസിന് പരിശോധന പൂർത്തിയാക്കാൻ കഴിയും. പിന്നീട് PC ജോർജിന്റെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ഒരു മൊഴി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. ആ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ PC ജോർജിന്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നുണ്ട്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട വിശദമായ വാദം നടക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം 6 മണി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. 6 മണിക്ക് ശേഷം ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. സ്വാഭാവികമായും അതിനകത്ത് വിശദമായിട്ടുള്ള ഒരു വാദം ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഒരുപക്ഷെ ഒന്നുകിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയോ അല്ലെങ്കിൽ ഒരു ഇടക്കാല ജാമ്യം അനുവദിക്കുകയോ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാൻ തന്നെയാണ് സാധ്യത.